ഹലോ ഗൈസ്, ഞാനിന്ന് എത്തിയിരിക്കുന്ന ഉത്തര മലബാറിലെ ഉത്സവമായിട്ടുള്ള കടലുണ്ടി വാവുത്സവത്തിലാണ്. ജാതിഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന കടലിൻ്റെ സ്വന്തം ഉത്സവമാണിത്. ഇവിടെ ഒരുപാട് സ്റ്റോളുകളും കളിപ്പാട്ടങ്ങളും വിവിധ തരത്തിലുള്ള കച്ചവടക്കാരും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്റ്റോളിൽ ഒരു ചേട്ടൻ കുൽക്കി സർവത്ത് അടിക്കുന്നത് കണ്ട് കുറച്ചു നേരം നോക്കി നിന്നു. അദ്ദേഹം വളരെ രസകരമായ രീതിയിലാണ് ഈ കുൽക്കി സർവത്ത് അടിക്കുന്നത്. ഞാനൊരു ഉപ്പിലിട്ട മാങ്ങയും വാങ്ങി പിന്നെയും കാഴ്ചകളും കണ്ട് നടക്കാൻ തുടങ്ങി. ഇവിടെ ജനസാഗരമാണ്. ഇത്രയും വലിയൊരു ഉത്സവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഏറ്റവും വലിയ ഉത്സവമായിരുന്നു ഇത്. ഒരു അമ്മയുടെ സ്നേഹത്തിൻ്റെയും മകൻ്റെ നിഷ്കളങ്കതയുടെയും പ്രതീകമാണ് ഉത്സവം. അമ്മയെ എന്ന് വിളിക്കാൻ വിലക്കപ്പെട്ടപ്പോഴും ലോകത്തിൻ്റെ ചതിയിൽ പെട്ട് ഒരു നിമിഷം അശുദ്ധിയായി പോയപ്പോൾ നീ ദൂരെയുള്ള കോട്ടയിൽ വസിച്ചോളൂ എന്ന് അമ്മ കൽപ്പിച്ചപ്പോൾ മകൻ അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ആ വാക്കുകൾ വാൾമുന പോലെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് അമ്മേ എന്ന് വിളിക്കാൻ വിലക്കപ്പെട്ട മകന് വർഷത്തിലൊരിക്കൽ
അമ്മയെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. അമ്മയുടെ ചൈതന്യവും ഭക്തിസാന്ദ്രമായ നിമിഷമായിരുന്നു അത്. അമ്മയെയും കണ്ട് ഞാൻ നീങ്ങിയത് കടപ്പുറത്തേക്കായിരുന്നു. കടലിൻ്റെ ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു കാഴ്ചയാണ് ഇത്. കടലിന് ചുറ്റുമുള്ള ഈ ചപ്പ് ചവറുകൾ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ കടലിനെയും പുഴയെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ചപ്പ് ചവറുകൾ വലിച്ചെറിയുന്ന അവസ്ഥ. ഇനിയും മലയാളികൾ എന്ന നിലയിൽ നമ്മളിത് മാറ്റിയേ തീരൂ. നമുക്ക് ആസ്വദിക്കാനും നമുക്ക് കുളിർമയേകാനും കടലും പുഴകളും എല്ലാം കേരളത്തിലുണ്ട്. അതിൻ്റെ ഭംഗി എന്നും അതുപോലെ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ കടലിൻ്റെ മനോഹാരിത അതുപോലെ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ പ്രതിജ്ഞ എടുക്കുക. ഇനി ഒരിക്കലും ചപ്പ് ചവറുകൾ നമ്മൾ ഇടില്ല എന്ന്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.